നമസ്കാരം. കെരാറ്റോസിസ് പിലാരിസ് എന്നുള്ള ഒരു പ്രയോഗം കേട്ടിട്ടുണ്ടോ? ഇതൊരു അസുഖമോ ഒരു ഡിസീസോ ഡിസോർഡറോ ഒന്നും അല്ല കേട്ടോ. ഇതൊരു കണ്ടീഷനാണ് സ്കിന്നിൻ്റെ. വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ചിക്കൻ സ്കിൻ എന്നാണ് ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് കാണപ്പെടുന്നത് കൂടുതലും വുമൻസിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ തന്നെയാണ്. അതല്ലെങ്കിൽ കുട്ടികളിലോ ഒരു ടീനേജേഴ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ചിലർക്കൊക്കെ മുൻപ് മുതലേ ഉണ്ടായിരുന്നെങ്കിലും ഒരു 30 വയസ്സ് വരെയൊക്കെ തന്നെ ഇത് കാണപ്പെടുകയുള്ളൂ. അതിനുശേഷം കുറഞ്ഞു വരുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറുമോ എന്നുള്ള പലവിധ സംശയങ്ങളും നമ്മൾക്കിടയിലുണ്ട്. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഡോക്ടർ സജിത ദിജിൻ. എങ്ങനെയാണ് ഇത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നല്ലേ? ഒന്ന് ഹെറിഡിറ്ററിയാണ്, നമുക്ക് ജനറ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. അതല്ലെങ്കിൽ ഇത് ചില ഹോർമോൺ വേരിയേഷൻ കൊണ്ടും ഒക്കെ തന്നെ സംഭവിക്കപ്പെടാറുണ്ട്. കോമണായിട്ട് വരുന്നതും ഡ്രൈ സ്കിന്ന് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹേ ഫീവർ പോലെയുള്ള കണ്ടീഷനൊക്കെ വരുന്ന സമയത്തോ, ഇനി അതും അല്ലെങ്കിൽ പ്രഗ്നൻസി കേസിൽ കൂടുതൽ ഒബീസ് ആയിട്ടുള്ള, അതായത് വണ്ണം അമിതമായിട്ടുള്ള ആളുകളിൽ, ഇത്തരം ആളുകളിലും ഒക്കെ തന്നെ ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. സ്കിന്നിൻ്റെ ഹെയർ ഫോളിക്കിൾസ് വളരെയധികം വളരെ ചൊറിച്ചിൽ അനുഭവപ്പെടും. അതുപോലെ തന്നെ സാൻഡ് പേപ്പറിലൊക്കെ തൊട്ടതുപോലെ ഉണ്ടാവും. നമുക്ക് കൂടുതലും കാണപ്പെടുന്ന ഇതുപോലെയുള്ള അപ്പർ ആംസിൽ ഈ കൈവശത്തും അതുപോലെ തന്നെ തുടഭാഗങ്ങളിലും ഒക്കെ തന്നെ ഇത് കാണപ്പെടാറുണ്ട്. അത് കോമൺ ആണ്. പക്ഷെ ചിലർക്കിത് കാലിന് താഴേക്കായിട്ടും കൈയുടെ എല്ലാ ഭാഗത്തേക്കും ദേഹത്തും ഒക്കെ തന്നെ കാണപ്പെടാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പുറകു വശത്തായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളത് ആയുർവേദത്തിലും തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് കൂടുതൽ വേഴ്സ് ആവാതെ അല്ലെങ്കിൽ മോശം രീതിയിലേക്ക് കൂടുതൽ ആയി പോവാതെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. തണുപ്പ് കാലാവസ്ഥയിൽ താമസിക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയങ്ങളിലും ഒക്കെ തന്നെ ഇത് കൂടുതലാവുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അറിയാലോ, തണുപ്പ് സമയമായാൽ നമുക്ക് സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവുന്നത് പോലെ തോന്നും. അപ്പോൾ ഇത്തരം കണ്ടീഷൻ ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കാണപ്പെടാം. പിന്നെ ചിലർക്ക് ഒരു അലർജിക് റാഷസ് പോലെയും ഇത് വരാറുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, രോമം വളരുന്നതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷേവ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചില സ്കിൻ ടൈപ്പിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് പിന്നീട് കൂടി വരുന്നതായിട്ടും കാണാറുണ്ട്. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ പറഞ്ഞാൽ, നമുക്ക് ഗൂസ് ബംസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് തൊടുമ്പോഴെങ്ങനെയുണ്ടായിരിക്കും അതുപോലെയാണ് എപ്പോഴും ഈ സ്കിൻ ടൈപ്പ് വരെയുണ്ടാവുക. പിന്നെ ഓരോ സ്കിൻ ടോണിനനുസരിച്ച് ഇത് കളറ് വ്യത്യാസപ്പെടും കേട്ടോ. പിന്നെ കൂടുതലും ഒരു ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്കാണ് ഇത് കാണപ്പെടാറുള്ളത്. അതുപോലെ തന്നെ ഇത് റെഡിഷ് കളറും ബ്രൗണും പിങ്കും ഇനി ബ്ലാക്ക് കളറിലും ഒക്കെ തന്നെ സ്കിൻ ടോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറി മറിഞ്ഞും ഒക്കെ വരാം. ഇനി പഞ്ചകർമ്മയിൽ തന്നെ നമ്മൾ പറയുന്നത് ക്ലെൻസിങ്ങും റെജുവിനേഷനും ഒക്കെ തന്നെയാണല്ലേ. അപ്പോൾ ഈ ഒരു ക്ലെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഡീടോക്സിഫിക്കേഷൻ കൊടുക്കുന്നതും ഇത്തരം ശോധന ശമന ക്രിയകളൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട്. പിന്നെ സ്കിന്നിൻ്റെ ഹെൽത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഡയറ്റിനെ ആശ്രയിക്കാൻ പറയാറുണ്ട്. അതിൽ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാനും ഒക്കെ തന്നെ പറയാറുണ്ട്. ഇനി അത് മാത്രമല്ല, ഒരുപാട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ ബോഡിയുടെ ഹൈഡ്രേഷൻ നിലനിർത്തുന്ന രീതിയിലുള്ള ആഹാരവിഹാരങ്ങളാണ് നമ്മൾ ശീലിക്കേണ്ടത്. അതിന് പുറമെ ഉപയോഗിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മോയ്സ്ചറൈസിങ് ക്രീം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സ്വേദനാനസ്യ തുടങ്ങിയിട്ടുള്ള മറ്റനേകം ആയുർവേദ പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. അതിന് ഇനി കയ്യിലൊക്കെയും കാലിലൊക്കെ ഈ പ്രശ്നമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. സാധാരണ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ എണ്ണ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ അലോവേര ജെല്ല് വളരെ നല്ലതാണ്. ഇനി മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുമ്പം അത് ആ ഒരു ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ എപ്പോഴും സഹായിക്കും. പിന്നെ കൂടുതൽ ഓയിൽ അടങ്ങിയിട്ടുള്ള ക്രീമുകളെ തിരഞ്ഞെടുക്കാത്തതാണ് നല്ലത്. നമ്മുടെ രോമകൂപം വരുന്ന അവിടെ എപ്പോഴും അടഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇടയ്ക്കൊക്കെ തന്നെ ഒരു മൈൽഡ് സ്ക്രബ് കൊടുക്കുന്നത് നല്ലതാണ്. അതിന് ഓട്സ് ഉപയോഗിക്കാം. നമുക്ക് ഇത്തരം സ്കിൻ ടൈപ്പിന് ഓട്സ് വളരെ നല്ലതാണ്.
നല്ലതാണ്. അതല്ലെങ്കിൽ മുൻപ് പറഞ്ഞ നമ്മുടെ ആ ഒരു ചുമന്ന പരിപ്പുണ്ടല്ലോ, അതിൻ്റെ പൗഡർ അല്പം വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇതുപോലെ ഒരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൂടുതൽ ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിത് കൂടുതലാവാനാണ് സാധ്യത. യൂറിയയും ലാക്റ്റിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാം കേട്ടോ. ഇനി അങ്ങനെ തന്നെ വേണമെന്നില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒത്തിരി മോയ്സ്ചറൈസർ പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും, സ്കിന്നിന് വളരെ നല്ലതായിരിക്കും. നമ്മളൊരു ചെമ്പരത്തി പൂവിൻ്റെ ഇതൾ ഉപയോഗിച്ചിട്ട് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സ്കിന്നിന് വളരെ മാച്ചായിട്ടുള്ളതാണ് ഇത്തരം കണ്ടീഷനിലൊക്കെ തന്നെ. അതുപോലെ നമുക്കിതിൽ ചില യോഗാസനാസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. ഗോമുഖാസന പോലെയുള്ളതും അതുപോലെ സൂര്യ നമസ്കാരം ഇതൊക്കെ തന്നെ ഫോളോ ചെയ്യാം. ഒരു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. അമിതമായിട്ടുള്ള ചൂടും അമിതമായിട്ടുള്ള തണുപ്പും അല്ല ഉദ്ദേശിച്ചത്, ഒരു മൈൽഡ് ആയിട്ടുള്ള വാം വാട്ടറിൽ കുളിക്കുന്നത്. അതുപോലെ വളരെയധികം ഇറുകിയ ഡ്രസ്സൊക്കെ ഇടുന്നതും ഇത് കൂടുതലാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പം ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് കൂടുതലാവാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു നേരിയ വ്യത്യാസം വരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ പൂർണ്ണമായിട്ട് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ അല്ലെങ്കിൽ മറ്റുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. ഇത് പക്ഷേ ഒട്ടും ഹാംഫുൾ ആയിട്ടുള്ളതോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല എങ്കിലും ചിലർക്കത് കയ്യിലും കാലിലും ഒക്കെ തന്നെ കാണുന്ന ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ ചില അസ്വാസ്ഥ്യങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം അതൊരു ഹെൽത്ത് ഇഷ്യൂ അല്ല എന്നുള്ളത് വീണ്ടും പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ് ഈ ഒരു ചിക്കൻ സ്കിൻ എന്നുള്ളത്. അപ്പോൾ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ബോഡിയുടെ ഹൈഡ്രേഷൻ നിലനിർത്താൻ എല്ലാ തവണയും പറയുന്ന പോലെ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും അതുപോലെ സ്ട്രെസ്സ് കൂടുമ്പോഴുണ്ടാവുന്ന ഈ ഹോർമോൺ വേരിയേഷൻ കൊണ്ട് നമുക്ക് സ്കിന്ന് ഡ്രൈ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം നല്ല ഉറക്കവും സ്ട്രെസ്സ് കുറയ്ക്കുന്നതും എക്സസൈസും ഇതുപോലെയുള്ള പ്രാണായാമം ഇതൊക്കെ നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാണ് കേട്ടോ. അത് ഞാൻ എടുത്തു പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.